എന്തൊരു മഴയാണല്ലേ. മഴയുടെ ഒരു ശക്തി നോക്കി. കാടും മഴയും തണുപ്പും പച്ചപ്പും ഒക്കെ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. പക്ഷേ ഇതിപ്പം മഴ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമില്ലാതെ ഇല്ല. രാവിലെ തുടങ്ങിയ മഴയാണെന്ന് നിർത്താതെ അങ്ങ് പെയ്യുവാണ്. കേരളമാകെ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സമയത്ത് മഴയും ആസ്വദിച്ച് എങ്ങോട്ടാണെന്നല്ലേ. മഴ പെയ്യുന്നതും മരം പെയ്യുന്നതും കണ്ട് കാറ്റിനോടും കാടിനോടും കുശലമൊക്കെ ചൊല്ലി തമ്മിൽ കൂട്ടിമുട്ടിയാൽ പോലും തിരിച്ചറിയാൻ മേലാത്ത കോടമഞ്ഞും വകഞ്ഞു മാറ്റി നമ്മുടെ ഇന്നത്തെ യാത്ര 7ാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലേക്കാണ്. വാണ്ടർലസ്റ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് മലക്കപ്പാറ വരെ ഒന്ന് പോയിരുന്നു. അന്ന് മഴയും മഞ്ഞും ഒന്നുമില്ല, ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. വാൽപ്പാറയിലേക്ക് ഇപ്പോൾ പോകണമെങ്കിൽ ഇ പാസ് നിർബന്ധമാണ്. അന്ന് നമുക്ക് ഇ പാസ് കിട്ടാത്തതുകൊണ്ട് മലക്കപ്പാറ വരെ പോയി തിരിച്ചു പോരുകയായിരുന്നു. അന്ന് അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ കാഴ്ച ദാ ഇങ്ങനെയായിരുന്നു. ഇത് 2 ദിവസം മുമ്പത്തെ കാഴ്ചയാണ്. എന്നാൽ ഇന്നത്തെ കാഴ്ച എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. എന്തൊരു കാഴ്ചയായിരുന്നല്ലേ. ഇന്നിപ്പോൾ വാട്ടർഫാളിൻ്റെ താഴേക്ക് ആരെയും കടത്തിവിടുന്നില്ല. എല്ലാവരും റോഡിൽ നിന്നാണ് കാഴ്ച കാണുന്നത്. ഒറ്റ ദിവസം പെയ്ത മഴയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും മഴ തോരാതെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർപ്പയുടെ കാര്യം വ്യത്യസ്തമല്ല. ഓഹോ, നിറഞ്ഞ് കവിഞ്ഞാണ് കേട്ടോ ഒഴുകുന്നത്. ശരിക്കും ഭയാനകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇത്രയും അധികം മഴ പെയ്തിട്ടും ഈ ഒരു റൂട്ട് ഇന്ന് ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയതും ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയത്. കഴിഞ്ഞ ദിവസം വന്നപ്പം ചാർപ്പ ഇതാ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് ആളുടെയും രൂപവും ഭാവവും ഒക്കെ മാറിയത്. ഇവിടെ ഒരുപാട് കുരങ്ങുകളെ നമുക്ക് കാണാവേ. നോക്കി, ഒരു കുട്ടി കുരങ്ങനാണ് ആള്. കാണാൻ നല്ല ക്യൂട്ടല്ലേ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ അവർ കൊടുക്കുന്ന ഫുഡും പ്രതീക്ഷിച്ചാണ് കേട്ടോ ഇവരിവിടെ ഇരിക്കുന്നത്. ചില ആൾക്കാർ ഇവയ്ക്ക് ഫുഡ് കൊടുക്കാറുമുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അത് തെറ്റാണ്, ഒപ്പം തന്നെ ശിക്ഷാർഹവുമാണ്. സന്ധ്യയായൊരു പ്രതീതിയാണല്ലേ. പക്ഷേ സമയം 1:30 കഴിഞ്ഞതേ ഉള്ളൂ. നട്ടുച്ചയാണ്. നമ്മൾ ചാർപ്പ വാട്ടർഫാൾ പിന്നിട്ട് നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിന് അങ്ങോട്ടേക്ക് എത്തുന്നതേ ഉള്ളൂ. വലിയൊരു മഴയാണ് വരാൻ പോകുന്നത്. പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്നധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയതാണ്. പക്ഷേ നല്ല തിരക്കുണ്ടേ. മലയാളിക്ക് മഴയും പ്രളയവും ഒന്നും പുത്തരിയല്ലാതായിട്ടുണ്ട്. ഈ ഒരു കാലാവസ്ഥ കണ്ടിട്ട് മുമ്പോട്ട് പോകണോ വേണ്ടേ എന്നൊരു സംശയമില്ലാതില്ല. ഇനിയും ഒരുപാട് ദൂരം പിന്നിട്ട് വേണം വാൽപ്പാറ എത്താനായിട്ട്. എന്താണേലും ഇറങ്ങി തിരിച്ചതല്ലേ, പോയേക്കാമെന്ന് തന്നെ തീരുമാനിച്ച് ചെക്ക് പോസ്റ്റിലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. വാൽപ്പാറയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇ പാസ് എടുത്തിട്ടുണ്ടോ എന്ന് ഇവിടുന്ന് ചോദിച്ചു. ഇ പാസ് ഇല്ല എങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ മലക്കപ്പാറ വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ നിന്നും തിരിച്ചു പോരേണ്ടതായിട്ട് വരുവേ. പെയ്തു വന്ന മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും മഴ തോരാതെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുഴ ഏതാണെന്നറിയാവോ? ചാലക്കുടി പുഴയാണ്. ഈ ഒരു ഇരുമ്പ് പാലം വാൽപ്പാറ റൂട്ടിലെ ഒരു ഐക്കണാണ്. നിരവധി തവണ ഈ ഒരു പാലത്തിന് മുകളിലൂടെ മലക്കപ്പാറയ്ക്കും വാൽപ്പാറയ്ക്കും ഒക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പാലത്തിന് മുകളിലൂടെ പോകുന്നത്. കണ്ടിട്ട് തന്നെ ഭയം തോന്നും, അത്രമാത്രം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്.
സൂര്യൻ പതിയെ തലപൊക്കി നോക്കി തുടങ്ങിയിട്ടുണ്ടേ. കാടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം എത്തുന്നുണ്ട്. മഴ പൂർണ്ണമായിട്ട് അങ്ങ് മാറിയില്ലേ, പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണാനില്ലല്ലേ. നിങ്ങൾക്ക് രസമുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാവേ. നൂല് പോലെ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിച്ചത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വലിയ സൈറ്റിങ്ങാണ്. ഒരു കൊമ്പനാണ്. ആൾ തീർത്ത് കുട്ടിയല്ല, എന്നാൽ വലിയ ആനയല്ലേ. എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ ഒരു ടൈമാണെന്ന് തോന്നുന്നു. എന്താണേലും ആൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്പോ, പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. റോഡിനോട് ചേർന്നാണ് ഒരു ബാരിക്കേഡുണ്ടേ. അതുകൊണ്ട് പുള്ളിക്ക് റോഡിലേക്ക് കയറി വരാൻ പറ്റത്തില്ല. മഴ പെയ്തു തുടങ്ങി. ആൾക്ക് എന്താണെങ്കിലും നമ്മുടെ പ്രസൻസ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സോ നമുക്ക് പതിയെ മുമ്പോട്ട് പോകാം. ആളെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട. പുളിയലപ്പാറയുടെ തൊട്ട് താഴെയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 500 മീറ്ററില്ല പുളിയലപ്പാറയിലേക്ക്. അത്രയ്ക്ക് അടുത്താണ് വന്ന് നിൽക്കുന്നത്. മഴയത്ത് കാട്ടിലൂടെയുള്ള യാത്ര രസകരമാണ്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ പോകാനായിട്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. പക്ഷേ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. വന്യമൃഗങ്ങൾ മാത്രമല്ല, ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ എപ്പോൾ വേണേലും കടപുഴകി റോഡിലോട്ടോ വാഹനത്തിൻ്റെ മുകളിലോട്ടോ ഒക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും നമുക്ക് ആനക്കൂട്ടത്തെ കിട്ടിയിട്ടുണ്ട്. വാച്ച് മരത്തിന് മുമ്പുള്ള ഈറ്റക്കാടാണ് സ്ഥലം. ഇവിടെ സ്ഥിരം ആനകളുടെ സാന്നിധ്യമുള്ളതാണ്. കൂട്ടത്തിലൊരു കുഞ്ഞു കുറുമ്പനുണ്ട്. ഏറെ ആനകൾ റോഡിനോട് ചേർന്ന് നിൽപ്പുണ്ട്. ഇവരിപ്പോൾ തിട്ടപ്പുറത്താണ് നിൽക്കുന്നത്. ഇവർ റോഡ് ഇറങ്ങി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളെ കണ്ടിട്ട് അവിടെ തന്നെ തിരിഞ്ഞു നിൽക്കുന്നതാണ്. കുട്ടിയാന കുറച്ചകത്താണ്. ഒപ്പം 3-4 ആനകളുമുണ്ട് സംരക്ഷണം ഒരുക്കി. റോഡിനോട് ചേർന്ന് 2 ആനകളായിരുന്നു നിന്നിരുന്നത്. വണ്ടി വരുന്ന കണ്ടിട്ട് ഒരാന കുട്ടിയാനയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. മറ്റൊരാൾ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. റോഡൊന്ന് ഫ്രീ ആകുമ്പോഴത്തേന് മിക്കവാറും അവർ റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടിയാനകളുള്ള ആനക്കൂട്ടം വളരെ അഗ്രസീവായിരിക്കുമേ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സേഫായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രമേ നിൽക്കാനായിട്ട് പാടുള്ളൂ. കുട്ടിയാനകൾക്ക് വളരെയധികം സംരക്ഷണം ആനക്കൂട്ടം നൽകാറുണ്ട്. എന്നാലും ഇതിനിടയിലൂടെ നമ്മുടെ കടുവച്ചാർ വന്ന് കുട്ടിയാനകൾക്ക് നൈസായിട്ട് പരിക്കേൽപ്പിച്ചിട്ട് പോകാറുണ്ട്. മഴ പെയ്തൊഴിഞ്ഞ കാട് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. നല്ല തണുപ്പാണ്. ഒപ്പം ആരെയും മയക്കുന്ന കാടിൻ്റെ ആ ഒരു വശ്യ സൗന്ദര്യം ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ഈ ഒരു ഏരിയ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഈറ്റക്കാടുകൾക്കിടയിൽ മിക്കപ്പോഴും ആനകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് റോഡിലേക്ക് കയറി വരാനും ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ ഒരു ഭാഗം വഴി മുമ്പിലേക്ക് പോകാനായിട്ട്. അഥവാ ഇനി ആന പെട്ടെന്ന് മുമ്പിലേക്ക് വന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ പാനിക്കാകാതെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും ധൈര്യവും ഡ്രൈവർക്കുണ്ടാകും. കാട്ടിൽ കാര്യമായിട്ടുള്ള സൈറ്റിങ്സ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് കാട് ആസ്വദിച്ച് നമുക്ക് പോകാവുന്നതാണ്. ഷോളയാറിൽ നിന്നും വരുന്ന പെൻസ്റ്റോക്കുകളാണ്. നമ്മുടെ കേരളത്തിൽ 2 തരം മലയണ്ണാനുകളാണ് ഉള്ളത്. ഒന്ന് ഈ കാണുന്ന നമ്മുടെ മലബാർ ജെയിൻ സ്ക്വയർ. കേരളത്തിലെ ഒട്ടുമിക്ക കാടുകളിലും കാണുന്നത് ഇവരെയാണ്. ഇനി മറ്റൊരാളുള്ളത് ചാമ്പൽ മലയണ്ണാൻ എന്ന വിളിപ്പേരുള്ള ഗ്രിസിൽഡ് ജെയിൻ സ്ക്വയറിലാണ്. ഇവരെ നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് കാണുന്നത്. റോഡിൻ്റെ തൊട്ട് സൈഡിൽ ആന നിൽപ്പുണ്ട്. ഇല്ലടോ, അത് കയറിയിട്ടില്ല. തൊട്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് നിൽക്കുന്നത്. ഉണ്ടോ, ബൈക്കുകാരന്മാർ കാണിക്കുന്നുണ്ടോ? തൊട്ടടുത്ത് നിൽക്കുന്ന ആനയുടെ തൊട്ട് കീഴെ പോയിട്ടാണ് കേട്ടോ അവന്മാർ നിൽക്കുന്നത്. ഈ ഒരു ആനക്കൂട്ടത്തിൻ്റെ ഒപ്പം ഉള്ളതാണെന്ന് തോന്നി റോഡ് സൈഡിൽ കണ്ട ആന. നമുക്ക് അവൻ്റെ വിഷ്വൽ എടുക്കാൻ സാധിച്ചില്ല. കാര്യം അത് റോഡിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാമെന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത്.
അപ്പം തന്നെ ഒരുപാട് ബൈക്കുകളൊക്കെ ആയി. ഞങ്ങൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തപ്പോഴത്തേനാണ് ഈ ഒരു ആനക്കൂട്ടത്തെ കണ്ടത്. തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ ആന, പക്ഷേ അവൻ ഇതുവരെ റോഡിലേക്ക് കയറിയിട്ടില്ല. ഈ കൂട്ടത്തിൽ തന്നെ ഉള്ളതാവാനാണ് സാധ്യതയുള്ളത്. കാഴ്ചയിൽ എനിക്ക് ഈ ഒരു പിടിയാനയ്ക്ക് അസാമാന്യ വലിപ്പമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ തോന്നലാവാം, അറിയത്തില്ല. പക്ഷേ എന്തോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയൊരു പിടിയാനയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണേലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വളരെ സേഫായിട്ട് നിന്ന് നമുക്കത് പകർത്താൻ പറ്റി. റോഡിൽ നിന്നും നല്ല ദൂരത്തിലാണ് കേട്ടോ അവർ നിൽക്കുന്നത്. ഫൈനലി നമ്മൾ വലിയ മഴയും കാടുമൊക്കെ താണ്ടി മലക്കപ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല കേട്ടോ, ഇനിയും പോകാനുണ്ട്. ഇവിടെ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷേ നല്ല മിസ്റ്റുണ്ട്. അങ്ങനെ ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ നേരെ വാൽപ്പാറയ്ക്ക് പോവുകയാണ്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മിസ്റ്റും ഒപ്പം തന്നെ ചെറിയ മഴയുണ്ട്. നമ്മുടെ കേരളത്തിൽ പെയ്യുന്ന മഴയുടെ ബാക്കി പത്രമാണെന്ന് തോന്നുന്നു. എന്താണേലും ഈ ഒരു റൂട്ട് വഴി വാൽപ്പാറയ്ക്ക് അങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എല്ലാ തവണയും മെയിൻ റൂട്ട് വഴി വാൽപ്പാറയ്ക്ക് പോയിട്ട് വൈകുന്നേരം ഈ റൂട്ട് വഴിയാണ് സാധാരണ തിരിച്ചു വരാറുള്ളത്. ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റൂട്ടാണ് കേട്ടോ. മെയിൻ റൂട്ടിനെ അപേക്ഷിച്ച് ഈ റൂട്ട് അതിമനോഹരമാണ്. താഴെ കുറേ കാട്ടുപോത്തുകൾ നിൽക്കുന്ന കണ്ടിട്ട് വണ്ടി നിർത്തിയതാണ്. പക്ഷേ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും കംപ്ലീറ്റ് മിസ്റ്റായി. പിന്നെ കാട്ടുപോത്തിൻ്റെ പൊടി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണേലും ഇറങ്ങിയതല്ലേ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ചെറിയ ചാറ്റമഴ, നല്ല മിസ്റ്റ്, ഒപ്പം നല്ല തണുപ്പുണ്ട്. കുറച്ച് നേരം ഇവിടെ നിന്ന് ഈ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഒപ്പം മിസ്റ്റ് മാറിയാലും നമുക്ക് കാട്ടുപോത്തുകളെയും കാണാമല്ലോ. കേരളത്തിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞ് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് തമിഴ്നാട്ടിൽ വന്ന് മഴ കൊള്ളുന്നത് കണ്ടോ. ബിബിൻ ചേട്ടനെ കാട്ടുപോത്തുകളെ ഇപ്പം കാണാൻ പറ്റുമെന്ന് കരുതി ഇരിക്കുവാണ്. പക്ഷേ ഈ മിസ്റ്റ് മാറിയിട്ട് അവരെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണ് വാൽപ്പാറയിൽ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ ഭംഗിയേറുന്നത് മഴക്കാലത്താണ്. വാൽപ്പാറ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്ത് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. തേയിലത്തോട്ടം മാത്രമല്ല കേട്ടോ, ആ സമയത്തെ ക്ലൈമറ്റും തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടെ വിഹരിക്കുന്ന വന്യമൃഗങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് മഴക്കാലത്ത് വാൽപ്പാറയിൽ കാണാൻ സാധിക്കും. നോക്കി റോഡ് സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടാഘടിയനായ കാട്ടുപോത്തെ. ആരാണ്? കാട്ടുപോത്ത്. ഈ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ അവകാശികൾ വേണമെങ്കിൽ ഈ കാട്ടുപോത്തുകളാണെന്ന് പറയാവേ. കാരണം എണ്ണത്തിൽ കൂടുതൽ ഇവരാണ്. കാട്ടുപോത്തുകളെ മാത്രമല്ല കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മ്ലാവിനെയും കരടിയെയും പുലിയെയും ആനയെയും കടുവയും വരെ കാണാൻ സാധിക്കേ. ഒരാൾ മാത്രമല്ല, ഒരു കൂട്ടം തന്നെയുണ്ട്. മുകളിലേക്ക് ഒരുപാട് കാട്ടുപോത്തുകൾ നിൽപ്പുണ്ട്. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. മഴയൊക്കെ ആസ്വദിച്ച് അവരങ്ങനെ നിൽക്കുവാണ്. തേയിലത്തോട്ടത്തിലെ കാണുന്ന ചെറിയ പുല്ലുകൾ മാത്രമല്ല കേട്ടോ, ഇവർ തേയിലയുടെ ഇലയും ഭക്ഷിക്കാറുണ്ട്. ലൈറ്റ് പതിയെ പോയി തുടങ്ങിയെങ്കിലും മിസ്റ്റ് പോകാൻ മടിച്ചങ്ങനെ നിൽക്കുവാണ് കേട്ടോ.
പക്ഷേ അത് ആ റൂട്ടിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. ഇതുപോലുള്ള റൂട്ടിൽ കൂടെ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും മടിയില്ലാതെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുമേ. വാൽപ്പാറ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായതുകൊണ്ട് രാത്രി 9 മണിക്ക് ശേഷം ഇതിനകത്തൂടെ വെറുതെ വാഹനമായിട്ട് കറങ്ങി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സന്ധ്യയോടെ വാൽപ്പാറയിലോ അല്ലെങ്കിൽ റൊട്ടിക്കടയിലോ റൂം എടുക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടല്ല വന്നത്. ഹോളിഡേയ്സിൽ ഒരിക്കലും റൂം ബുക്ക് ചെയ്യാതെ ഇങ്ങോട്ടേക്ക് വരല്, നല്ല തിരക്കായിരിക്കും. എന്താണേലും റൂം വല്ലതും കിട്ടുമോ നോക്കണം. എന്നിട്ട് നാളെ രാവിലെ ബാക്കി സ്ഥലങ്ങൾ കറങ്ങി കാണാൻ പോകും. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ റൊട്ടിക്കടയിലാണ് സ്റ്റേ എടുത്തത്. കുഴപ്പമില്ലാത്തൊരു സ്റ്റേ ആണ്, ചെറിയ സ്റ്റേ ആണ്. രാവിലെ നല്ല മഴക്കാറാണ്. രാവിലെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ്. ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഞങ്ങൾ വർത്തമാനം പറയുന്ന ടൈമിൽ ഈ തേയിലത്തോട്ടത്തിൽ നിന്നൊരു പുലി റോഡിൽ കയറി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി കേട്ടോ. കണ്ണുകൊണ്ട് കാണാൻ പറ്റി. ക്യാമറ എല്ലാം റൂമിലായി പോയായിരുന്നു, അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയുടെ ബാക്കി വശത്തൊരു മലയാണ്, അവിടെ കണ്ടതാണ്. മ്ലാവുകളെ നമുക്ക് മിക്കപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി ലക്കുണ്ട് എങ്കിൽ ആനയും കാട്ടുപോത്തിനെയൊക്കെ ഈ ഒരു മലയിൽ കാണാൻ പറ്റുന്നതാണ്. പുറത്ത് ഭയങ്കര ശബ്ദം കേട്ടിട്ട് ഇറങ്ങി നോക്കിയതാണ്. സിംഹവാലം കുരങ്ങൾ ഒരു കൂട്ടമുണ്ട് കേട്ടോ. ദേവത്തൻ ചിരട്ടയൊക്കെ കടിച്ചു പിടിച്ച് വരുന്നുണ്ടോ. ഇത് ഞങ്ങളുടെ റൂമാണ്, അതിൻ്റെ മുമ്പിലാണ് ആൾ വന്നിരിക്കുന്നത്. പുറകിലൊരു കുട്ടി കുരങ്ങുണ്ട്. ഇവർക്ക് യാതൊരു പേടിയില്ല കേട്ടോ. രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഇത് വീണ്ടും കയറി വരുന്നുണ്ട് കേട്ടോ. കുറേ ഈ സൈഡിലുള്ളവൻ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. എനിക്ക് ഒരു പേടിയില്ല കേട്ടോ. നമ്മളെ അവന്മാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കേരളത്തിൽ ഇമാരെ കാണാൻ വല്ല ഡെൻസ് ഫോറസ്റ്റിലും പോകണേ. ഇത് ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. ഇവിടെ ഇമാർ ധാരാളം ഉണ്ട്. ഞങ്ങളങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. ഞങ്ങളുടെ റൂമിലേക്കാണ് കേട്ടോ നോക്കിയിരിക്കുന്നത്. വൈൽഡ് ആനിമൽസിന് നമ്മൾ ഒരിക്കലും തീറ്റ കൊടുക്കാൻ പാടില്ല. അത് ചെറിയൊരു കടലയുടെ പീസാണെങ്കിൽ കൂടി കൊടുക്കാൻ പാടില്ല. എന്താണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടിയിട്ട് അവന്മാരുടെ വയറ് നിറയാൻ പോകുന്നില്ല. ഞങ്ങൾ വിധി ഇറങ്ങുവാണ്. ഇവിടെ എല്ലാം കുരങ്ങന്മാരാണ് കേട്ടോ. ഈ ഫ്ലോറിലുള്ള ആൾക്കാർ രാവിലെ ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് അവന്മാർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. തീറ്റ കൊടുത്തതിൻ്റെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നോക്കി എത്ര കുരങ്ങന്മാരാണെന്ന്. നേരത്തെ മുതൽ ഇവിടെ വരുന്ന ആൾക്കാർ ഇതുങ്ങൾക്ക് തീറ്റ കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോൾ രാവിലെ അവന്മാർ വരുന്നത്. ഇങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത് സ്വയമേ അവരുടെ തീറ്റ തേടാനുള്ള കഴിവിനെ ഇല്ലാതാക്കും. പിന്നെ മനുഷ്യനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. കിട്ടാതെ വരുമ്പോൾ അവർ മനുഷ്യരെ ഉപദ്രവിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും നമ്മൾ ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഇനി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിട്ട് നേരത്തെ തന്നെ തിരികെ പോകാം. വാൽപ്പാറയിൽ നിരവധി തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ പോകാത്തൊരു റൂട്ടാണ് ബാലാജി ടെമ്പിൾ റൂട്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ ബാലാജി ടെമ്പിൾ റൂട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിറങ്ങിയേക്കുന്നത്. ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ്. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. കുറേ ലയങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. അത്യാവശ്യം നല്ല കാടുമുണ്ട്. ചൂളക്കാക്കയാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. കറുപ്പും നീല നിറമൊക്കെ ആയിട്ട്. ഇവൻ്റെ നിറത്തിനേക്കാളും ഭംഗി പുള്ളി പാടുന്ന പാട്ടിനാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേൾക്കാൻ. ടെമ്പിൾ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ചെറിയൊരു കാട്ടരുവിയാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട്. കാര്യം പച്ചപ്പിനിടയിൽ കൂടെ അവനിങ്ങനെ പതഞ്ഞൊഴുകി പോവുകയാണ് കേട്ടോ. ഓ, നല്ല രസമുള്ളൊരു കാഴ്ചയല്ലേ. കേഴമാൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടോ. അമ്പു, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുഞ്ഞിനെ കാണുന്നത്. നമ്മളെ അവരെ കണ്ടില്ല, പക്ഷേ നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് മാത്രമല്ല, അമ്മയുണ്ട് കേട്ടോ കൂടെ. ഇപ്പം നമ്മളെ കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദേ അമ്മയോടി.
വീണ്ടും ഒരു കൂട്ടം കാട്ടുപോത്തുകളെ റോഡിൻ്റെ 2 സൈഡിലായിട്ടാണുള്ളത്. വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്, പക്ഷേ അവർ നമ്മളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല, പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇങ്ങേ സൈഡിൽ 2 കാട്ടുപോത്തുകളും അവർ മീറ്റിംഗ് പീരീഡിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഗ്രൂപ്പിലെ ലീഡറും പുള്ളിയുടെ കാമുകിയാണെന്ന് തോന്നേ. ഇവർ കുറച്ചിങ്ങ് മാറി ഇങ്ങേ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ. ഇവരും ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ഫൈനലി പുള്ളി ഇതേ ക്രോസ് ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്നുണ്ടേ. വൈൽഡ് ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്ന വിഷ്വൽ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അങ്ങനെ വാൽപ്പാറയിലെ ഇന്നത്തെ കറക്കമൊക്കെ മതിയാക്കി തിരിച്ചു പോവുകയാണ്. സാധാരണ ഇവിടുന്ന് വൈകുന്നേരമാണ് പോകാറുള്ളത്, പക്ഷേ ഇന്ന് നേരത്തെ പോവുകയാണ്. നമ്മൾ വന്ന റൂട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. വാൽപ്പാറയിലേക്ക് വരാനായിട്ട് ഇ പാസ് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇ പാസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാം. ഫോണിൽ ഗൂഗിളിൽ കയറുക, TN ഇ പാസ് സെർച്ച് ചെയ്യുക, ഫസ്റ്റ് വരുന്ന പോർട്ടലിൽ കയറുക. അതിൽ 3-4 സ്ഥലത്തേക്കുള്ള ഇ പാസിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ വാൽപ്പാറ സെലക്ട് ചെയ്യുക, പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ദിവസത്തേക്ക് സ്ലോട്ട് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇ പാസ് അനുവദിച്ച് കിട്ടും. നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്ന ദിവസത്തിൻ്റെ 3-4 ദിവസം മുമ്പെങ്കിലും നമ്മൾ സൈറ്റിൽ കയറിയിട്ട് ഇ പാസ് ബുക്ക് ചെയ്യേണ്ടതാണ്. ഹോളിഡേയ്സിൽ കിട്ടാൻ വളരെ പാടാണ്, അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഫൈനലി ഇതാ തേയിലത്തോട്ടത്തിൽ ആനക്കൂട്ടത്തിനും കൂടെ കിട്ടിയിരിക്കുകയാണ്. 3 കൊമ്പന്മാരാണ് കേട്ടോ. നല്ല ലോങ്ങിലാണ് കേട്ടോ കിട്ടിയത്, തൊട്ടടുത്തെങ്ങുമല്ല. 3 കൊമ്പന്മാരിൽ ഒരുത്തിന് ഒറ്റ കൊമ്പേ ഉള്ളൂ കേട്ടോ. അവന്മാർ വിശാലമായിട്ട് അങ്ങനെ തേയിലത്തോട്ടം വഴി മേഞ്ഞ് നടക്കുകയാണ്. കുറച്ചുകൂടെ അടുത്ത് കിട്ടുമായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായതിന്. നല്ല ദൂരത്തിലാണ് കേട്ടോ അവരെ കാണാൻ പറ്റിയത്. അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ മലക്കപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ തവണത്തെ വാൽപ്പാറ ട്രിപ്പ് അടിപൊളിയായിരുന്നു. നല്ല ക്ലൈമറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈറ്റിങ്ങും ഒക്കെ കിട്ടി. കളർഫുള്ളായിരുന്നു. ഒരു 1 ഡേ ട്രിപ്പായിട്ടും വാൽപ്പാറയിലേക്ക് വരാനൊക്കെ പറ്റും. സ്റ്റേ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ 6 മണിയാകുമ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവും. അവിടുന്ന് നേരെ മലക്കപ്പാറ എത്തി വാൽപ്പാറയിൽ പോയി തിരിച്ച് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് 1 ഡേ ട്രിപ്പായിട്ടും വാൽപ്പാറയിലേക്ക് വരാവുന്നതാണ്. റോഡ് സൈഡിൽ തന്നെ ആനക്കൂട്ടമുണ്ട്. 2 എണ്ണേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണത്തിൻ്റെ തുമ്പിക്കൈക്ക് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട്. മുറിഞ്ഞറ്റ് നിൽക്കുവാണ് കണ്ടോ. നല്ല പരുക്ക് പറ്റിയ ആനയാണത്. അതേസമയം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നമുക്കേ മുമ്പോട്ട് പോകാതെ. വീണ്ടും ഒരു ആൺ കാട്ടുപോത്തെ, നല്ല സൈസുണ്ട് കേട്ടോ. പുള്ളി ഒറ്റയ്ക്ക് അങ്ങനെ മേഞ്ഞ് നടക്കുവാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇവനെ റോഡ് സൈഡിൽ കണ്ടതാണ്. വീണ്ടും നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ 6 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. 6 മണി കഴിഞ്ഞാൽ പിന്നെ അവർ കയറ്റി വിടത്തില്ല. 6 മണിക്ക് നമ്മൾ കാടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ രാത്രിയിൽ നമുക്ക് കാടിനകത്തൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുമേ. മഴയുടെ ശക്തി കൂടി വരുവാണേ. കാടിനകത്ത് വേറെ വണ്ടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങോട്ടും വണ്ടികൾ കാണുന്നില്ല. നമ്മുടെ ബാക്കിലും ഇപ്പോൾ വണ്ടികളൊന്നുമില്ലേ. എന്താണേലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മഴയുള്ള സമയങ്ങളിൽ സേഫായിട്ട് വീട്ടിൽ ഇരിക്കുക. യാത്ര ചെയ്യുകയാണെങ്കിൽ സേഫായിട്ട് യാത്ര ചെയ്യുക, സേഫായിട്ട് തിരികെ വീട്ടിലെത്തുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലസ്റ്റ് സൈനിങ് ഓഫ്.